സമസ്ത അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്തും കൂടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. സമസ്തയുടെ കഴിഞ്ഞ കാലങ്ങളിൽ അതിനെ ജീവസുറ്റതാക്കുന്നതിനു വേണ്ടി നേതൃത്വം നൽകിയ മഹാരഥന്മാരായ എല്ലാ ഉലമാക്കൾക്കും സാദാത്തുക്കൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. സമസ്തയുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച മഹാനായ ഖുതുബുസ്സമാൻ അസ്സയ്യിദ് വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ, മഹാനായ പാങ്ങിൽ ഉസ്താദ്, പറവണ്ണ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ, അഹമ്മദ് കോയ ശാലിയാത്തി അടക്കമുള്ള സമുന്നതരായ പണ്ഡിതന്മാർ, അവരിലൂടെ കൈമാറി വന്ന ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയമാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. സമസ്തയെങ്ങാനും കേരളീയ ജനതക്ക് അവരുടെ ഈമാനിന് കാവൽ നിൽക്കാനില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഈമാനിക ചൈതന്യം ഒന്നും ഉണ്ടാകുമായിരുന്നില്ല, ഈമാനികമായ ആവേശം ഉണ്ടാകുമായിരുന്നില്ല. ആ സമസ്തയാണ് നമ്മെ നേർവഴിയിലേക്ക് നയിച്ചത്. അതാണ് യഥാർത്ഥമായ ദീൻ, അഹ്ലുസ് സുന്ന വൽ ജമാഅ. അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാതെ, മുൻഗാമികൾ പിഴച്ചുപോയി അവർ നരകാവകാശികളാണെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകാതെ, നമ്മുടെ മുൻഗാമികൾ വരച്ചു കാണിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കേരളം അൽഹംദുലില്ലാഹ് ഇസ്ലാമികമായിട്ട് വലിയ ഉണർവുള്ള പ്രദേശമാണ്. ഇസ്ലാമികമായ ആവേശം എവിടെയും പള്ളികൾ, മദ്രസകൾ, ഇസ്ലാമിക സ്ഥാപനങ്ങൾ, ശരീഅത്ത് കോളേജുകൾ, ഹിഫ്ദുൽ ഖുർആൻ കോളേജുകൾ, ദഅവ കോളേജുകൾ, അഗതി മന്ദിരങ്ങൾ, എത്രയെത്ര സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ തല ഉയർത്തി നിൽക്കുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമസ്തയുടെ മഹത്വം അറിയണമെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊന്ന് നോക്കണം. കേരളത്തിലെ ജനസംഖ്യയുടെ അത്ര തന്നെ മുസ്ലിം ജനസംഖ്യയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊന്നും കേരളത്തിലെ പോലെ വ്യവസ്ഥാപിതമായ മദ്രസകളില്ല, പള്ളികളില്ല, ദർസുകളില്ല, സ്ഥാപനങ്ങളില്ല. കേരളത്തിന്റെ സൗഭാഗ്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്നതിന് നേതൃത്വം നൽകുന്ന സമുന്നതരായ പണ്ഡിതന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നതമായ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൽ 4ഓളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം അഹ്ലുസ് സുന്ന വൽ ജമാഅയാണ്. എല്ലാവരും ഒരേ ആശയമാണ് പഠിപ്പിക്കുന്നത്. അവർക്കിടയിൽ തറാവീഹിന്റെ എണ്ണത്തിൽ തർക്കമില്ല, ജുമുഅയുടെ ഭാഷയിൽ തർക്കമില്ല, സ്ത്രീ പള്ളി പ്രവേശന തർക്കമില്ല. അവരൊക്കെയും ഹബീബായ മുത്തുനബി കാണിച്ച യഥാർത്ഥമായ ദീൻ പ്രബോധനം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എല്ലാ ഉലമാക്കളെയും അളവറ്റ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്.